രാഹുൽ വയനാട്ടിലേക്കില്ലെന്ന് സൂചന. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചേക്കില്ല. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് തടയാൻ രാഹുലിന് മേൽ UPA ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കി. കർണാടകയിൽ മത്സരിക്കുന്നതാണ് ഉചിതമെന്ന നിലപാട് NCP നേതാവ് ശരത് പവാർ അടക്കമുള്ളവർ ആവർത്തിച്ചു. സാധ്യത മങ്ങിയതോടെ രാഹുൽ വയനാട് സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന വിശദീകരണവുമായി ഉമ്മൻചാണ്ടി രംഗത്ത് വന്നു. വയനാട്ടിലാരെന്ന അനിശ്ചിതത്വം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് മത്സരിക്കേണ്ടതില്ലെന്ന ധാരണയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്. UPA ഘടകകക്ഷികളുടെ സമ്മർദ്ദമാണ് കാരണം. NCP നേതാവ് ശരത് പവാർ രാഹുൽ കേരളത്തിൽ നിന്ന് മത്സരിക്കരുതെന്ന ശക്തമായ നിലപാടാണ് രാഹുലിനെയും സോണിയാഗാന്ധിയെയും അറിയിച്ചത്. ദേശീയതലത്തിൽ BJP വിരുദ്ധ സഖ്യത്തിന്റെ നേതൃനിരയിലുള്ള കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയ ശരികേടാണ്. സോണിയാഗാന്ധി 98-ൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. വയനാട് രാഹുൽ മത്സരിക്കുന്നത് ദേശീയതലത്തിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നും പവാർ അറിയിച്ചതായാണ് സൂചന. ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവും ഇക്കാര്യം ആവർത്തിച്ചു. രാഹുൽ ഇല്ലെങ്കിൽ വയനാട് T സിദ്ദിഖ് തന്നെയാകും സ്ഥാനാർത്ഥി. രാഹുലിന്റെ പിന്മാറ്റമുണ്ടാക്കുന്ന ക്ഷീണം മറികടക്കാൻ മുതിർന്ന നേതാവ് മത്സരിക്കണമെന്ന ചർച്ച വന്നാൽ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പേരുകളും ഉയരും. അതേസമയം രാഹുൽ വയനാട് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി മലക്കം മറിഞ്ഞു. കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വരുമെന്നുള്ള സൂചന രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കണമെന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹം മത്സരിച്ചിട്ടുമില്ല. രാഹുൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്തായാലും ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുക. ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം വരണമെന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. CPMന്റെ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ഒരിക്കലും അങ്ങനെ CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഇത്തരം ഒരു സമ്മർദ്ദം ഉണ്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2ാം മണ്ഡലം കർണാടകത്തിൽ നിന്നായാൽ BJPക്കെതിരെ ശക്തമായ പോർമുഖം തുറക്കാമെന്ന അഭിപ്രായം കോൺഗ്രസിൽ സജീവമാണ്. ചിക്കോടി, റായ്ചൂർ മണ്ഡലങ്ങളാണ് രാഹുലിനായി കർണാടക PCC നിർദ്ദേശിച്ചിരിക്കുന്നത്. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. രാഹുലിന്റെ തീരുമാനം ഉടനുണ്ടായേക്കും. ഡൽഹി AICC ആസ്ഥാനത്ത് നിർണായക തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടരുകയാണ്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നും ചേരുന്നു. 5 ദിവസമായി തുടരുന്ന അനിശ്ചിതത്വമാണ്. അതിന് ഇന്നെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കാരണം കർണാടകയിലായാലും കേരളത്തിലായാലും ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും തീരുമാനം നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാകുമെന്ന ആശങ്ക ഇതിനകം തന്നെ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമാകുന്നത്. കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേരുകയാണ്. 3 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് പ്രധാനമായും യോഗത്തിന്റെ അജണ്ട. എങ്കിൽ കൂടിയും ഈ വിഷയവും ചർച്ചയ്ക്ക് വരുമെന്നാണ് പരിഗണിക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മറ്റ് നേതാക്കളോട് 2ാം മണ്ഡലം സംബന്ധിച്ച തന്റെ തീരുമാനം ഇന്ന് വ്യക്തമാക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. നേരത്തെ നമ്മൾ കണ്ട റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് ഉയർന്നിട്ടുള്ളത്. കർണാടകയിലാണെങ്കിൽ BJPക്കെതിരെ മത്സരിക്കാം. BJPക്കെതിരെ ശക്തമായ പോർമുഖം തുറന്നുകൊണ്ട് രാഷ്ട്രീയമായ ഒരു സന്ദേശം ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നാണ് ഘടകകക്ഷി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യം ആവർത്തിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാതെ കർണാടകയിലേക്ക് തിരഞ്ഞെടുക്കുമോ 2ാം മണ്ഡലം എന്ന കാര്യം തന്നെയാണ് ഇന്ന് വ്യക്തത വരേണ്ടത്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് സമിതിയിൽ രാഹുൽ ഗാന്ധി മനസ്സ് തുറക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രാഹുലിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. M ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചൌക്കിദാർ മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് മീററ്റിൽ തുടക്കമായി. ഭൂമിയിലും ആകാശത്തും ബഹിരാകാശത്തും മിന്നലാക്രമണം നടത്താനുള്ള നെഞ്ചുറപ്പ് കാവൽക്കാരന് മാത്രമേ ഉള്ളൂ എന്ന് മോദി പറഞ്ഞു. പൊളിഞ്ഞ സിനിമയിലെ നായകന്റെ അഭിനയമാണ് മീററ്റിൽ കണ്ടതെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പരാമർശത്തിന്റെ പേരിൽ PC ജോർജിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആരെക്കുറിച്ചും എന്തും പറയാമെന്ന് കരുതരുത്. സ്വന്തം വീട്ടുകാരെക്കുറിച്ചും മോശം പരാമർശം നടത്തുമോ എന്നും
ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചോദിച്ചു. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് PC ജോർജ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഹർജി പിൻവലിച്ചു. കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, അതിരൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്ന് PC ജോർജിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നടിയെ മോശമായി പരാമർശിച്ച് ഒരു പരാമർശം PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം PC ജോർജിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ആരെക്കുറിച്ചും എന്തും പറയാമെന്ന് കരുതരുത് എന്ന് കോടതി PC ജോർജിനെ താക്കീത് ചെയ്തു. സ്വന്തം വീട്ടുകാരെ കുറിച്ചും മോശമായ പരാമർശം നടത്തുമോ എന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചോദിച്ചു. പാഞ്ചാലിയുടെയും ദ്രൗപദിയുടെയും കാലം കഴിഞ്ഞുവെന്ന് കോടതി PC ജോർജിനെ ഓർമ്മിപ്പിച്ചു. അതേസമയം ഇരയെ കക്ഷിയാക്കി പേര് പരാമർശിച്ച് ഹർജി നൽകിയ PC ജോർജിന്റെ നടപടി നിയമവിരുദ്ധവും സുപ്രീം കോടതി വിധിയുടെ ലംഘനവുമാണെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഹർജി പിൻവലിക്കാൻ PC ജോർജ് തയ്യാറായിട്ടുണ്ട്. ശരി, N. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്ക്. ചൌക്കിദാർ മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് മീററ്റിൽ തുടക്കമായി. ഭൂമിയിലും ആകാശത്തും ബഹിരാകാശത്തും മിന്നൽ ആക്രമണം നടത്താനുള്ള നെഞ്ചുറപ്പ് കാവൽക്കാരന് മാത്രമേ ഉള്ളൂവെന്ന് മോദി പറഞ്ഞു. കോൺഗ്രസിനെയും പ്രതിപക്ഷ സഖ്യത്തെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമായത്. കാവൽക്കാരനാണ്, അനീതി കാട്ടില്ല. ഭൂമിയിലും ആകാശത്തും ബഹിരാകാശത്തും മിന്നലാക്രമണം നടത്താനുള്ള നെഞ്ചുറപ്പ് കാവൽക്കാരന് മാത്രമേ ഉള്ളൂവെന്നും മോദി പറഞ്ഞു. हमारे सैनिक 1 रैंक 1 पेंशन मांग रहे थे, उसको पूरा करने का काम भी इसी चौकीदार ने किया. देश के करीब 12 करोड़ किसान परिवारों को 75,000 करोड़ रुपए की सीधी वार्षिक मदद का काम भी इसी चौकीदार ने किया. പൊളിഞ്ഞ സിനിമയിലെ പരാജിത നായകന്റെ അഭിനയമായിരുന്നു മീററ്റിൽ കണ്ടതെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. 2 വർഷം മുമ്പ് മീററ്റിൽ എത്തിയ മോദി 14 ദിവസത്തിനകം കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. फ्लॉप एक्टर की तरह केवल एक्रोनियम्स, केवल आप शब्द घड़ते रहते. രാജ്യമെങ്ങും 125 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. തൊഴിലാളികൾക്ക് 18,000 രൂപ കുറഞ്ഞ വരുമാനം വാഗ്ദാനം ചെയ്ത് CPM പ്രകടന പത്രിക. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിലും 50% കൂടുതൽ താങ്ങുവില നൽകും. 6,000 രൂപ വാർദ്ധക്യ പെൻഷൻ അനുവദിക്കുമെന്നും പത്രിക വാഗ്ദാനം ചെയ്തു. കേന്ദ്രത്തിൽ മതേതര ബദൽ സർക്കാർ രൂപീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് CPMന്റെ പ്രകടന പത്രിക. 15 ബദൽ നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പത്രിക ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും PB അംഗങ്ങളും ഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 3 പ്രഖ്യാപനങ്ങൾ അടങ്ങുന്ന പാക്കേജാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. തൊഴിലാളികൾക്ക് 18,000 രൂപ മിനിമം വേതനം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിനേക്കാൾ 50% ഉയർന്ന താങ്ങുവില, 6,000 രൂപ വാർദ്ധക്യ പെൻഷൻ, തൊഴിൽ ഭരണഘടനാപരമായ അവകാശമാക്കും. Right to work as a constitutional right, provision of unemployment allowance for the jobless, old age pension with minimum monthly pension which is not less than half the minimum wage or rupees 6,000 per month which is higher for all citizens. പൊതുവിതരണ സംവിധാനത്തിലൂടെ ഒരു കുടുംബത്തിന് 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ നൽകും. ഒരു വ്യക്തിക്ക് 2 രൂപയ്ക്ക് 7 കിലോ ഭക്ഷ്യധാന്യങ്ങൾ. ആരോഗ്യമേഖലയിലെ സ്വകാര്യ ഇൻഷുറൻസ് ഒഴിവാക്കും. എല്ലാവർക്കും സൗജന്യ ചികിത്സ. പാർലമെന്റിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. RSS ബന്ധമുള്ളവരുടെ നിയമനങ്ങൾ റദ്ദാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്നും പത്രിക പറയുന്നു. ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ പിന്തുണ ഇടതുപക്ഷത്തിന്. ഇടത് സർക്കാർ അർഹമായ പരിഗണന നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. നിലപാട് കീഴ്ഘടകങ്ങൾ വഴി പ്രവർത്തകരെ അറിയിക്കും. കഴിഞ്ഞ മർക്കസ് സമ്മേളനം UDF നേതാക്കൾ ബഹിഷ്കരിച്ചതിലുള്ള പ്രതിഷേധവും പുതിയ തീരുമാനത്തിന് പിന്നിലുണ്ട്. മർക്കസിനെതിരായ വിദ്യാർത്ഥി സമരത്തിന്റെ മറവിൽ ചില മുസ്ലിം ലീഗ് നേതാക്കൾ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം തുടങ്ങി. 8 സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയിസ് ജോർജാണ് ഇന്ന് പട്ടിക സമർപ്പിച്ച പ്രമുഖ മുന്നണികളിലെ സ്ഥാനാർത്ഥി. 4-ാം തീയതിയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി.
വിജ്ഞാപനം വന്നതോടെ സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് മാത്രമാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിൽ ഇന്ന് പത്രിക നൽകിയത്. തിരുവനന്തപുരം, കണ്ണൂർ മണ്ഡലങ്ങളിലെ SUCI സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകി. ഈ തെരഞ്ഞെടുപ്പിനെ SUCI കാണുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയം, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വിവിധ മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കും. 5-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 8-ാം തീയതി വരെ പിൻവലിക്കാം. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 2,60,00,000 പേർക്കാണ് സംസ്ഥാനത്ത് വോട്ടവകാശം. ന്യൂസ് 18 തിരുവനന്തപുരം. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി കനത്ത ചൂട് തുടരും. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ 3 ഡിഗ്രി വരെ ചൂടുയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിൽ ട്രാഫിക് പോലീസുകാരനും കണ്ണൂരിൽ പോസ്റ്റുമാനും അടക്കം സംസ്ഥാനത്ത് 46 പേർക്ക് ഇന്ന് സൂര്യാഘാതമേറ്റു. ശനിയാഴ്ച വരെ അതീവ ജാഗ്രത തുടരാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് കടുത്ത ചൂട് അനുഭവപ്പെട്ടത്. ഇവിടെ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നായിരുന്നു മുന്നറിയിപ്പ്. നാളെ വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണ താപനിലയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കും. പാലക്കാട് ജില്ലയിൽ ഇന്നും 41 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യവാരം വരെ ഈ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കർഷകനായ ഇടുക്കി രാജാക്കാട് സ്വദേശി വെള്ളാപ്പാറയ്ക്കൽ ബിനുവിന് ഇന്ന് സൂര്യാതപമേറ്റു. കൊച്ചി തോപ്പുംപൊടി ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ ഈരാറ്റുപേട്ട സ്വദേശി ഭരതനും സൂര്യാഘാതമേറ്റ് തളർന്നു വീണു. കണ്ണൂർ അഴിക്കോട് പോസ്റ്റ്മാനും സൂര്യാതപമേറ്റു. ഇതിനു പുറമെ കണ്ണൂരിൽ 1.5 വയസ്സുകാരനുൾപ്പെടെ 4 പേർക്കും കോഴിക്കോട് 2 പേർക്കും സൂര്യാതപമേറ്റിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്നു മുതൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർമാർക്കാണ്. പകൽ സമയം തൊഴിലാളികൾ പണിയെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും പരിശോധന കർശനമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത ചൂടിൽ കുടിവെള്ളത്തിനായി ദാഹിച്ച് പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങൾ. പുഴകളിലും അരുവികളിലും നീരൊഴുക്ക് നിലച്ചതോടെ മണലിൽ കുഴികുത്തി ഉണ്ടാക്കുന്ന ഉറവയെ ആശ്രയിച്ചാണ് ഈ മേഖലയിലെ കുടുംബങ്ങൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. ഇത് വാളയാറിലെ വാദ്യാർച്ചള്ള മുട്ടണ ആദിവാസി ഊര്. നമ്മൾ കാണുന്ന ഈ ദൃശ്യം ഊര് നിവാസിയായ പാർവതിയും അവരുടെ മക്കളും മറ്റ് ഊര് നിവാസികളും വെള്ളത്തിനായി സമീപത്തെ അരുവിയിലേക്ക് നടക്കുന്നതാണ്. ചുട്ടുപൊള്ളിയ പാറയിലൂടെ നടന്ന് വറ്റിവരണ്ട അരുവിയിലെ മണലിന്റെ ചൂടറിഞ്ഞ് അവിടെ ഇവർ കുഴിച്ച കുഴിയിൽ ഉറവ പൊടിഞ്ഞുണ്ടായ കുറച്ചു വെള്ളം കോരിയെടുക്കാനാണ്. കത്തിനിൽക്കുന്ന സൂര്യന്റെ ചൂടേൽക്കാതിരിക്കാൻ മക്കളെ അരുവിയുടെ സമീപത്തെ കുറ്റിച്ചെടിയുടെ തണലിൽ ഇരുത്തി പാർവതി കയ്യിലുള്ള കുടത്തിലേക്ക് വെള്ളം കോരിയൊഴിക്കുന്നു. ഒരു കുടം വെള്ളം നിറഞ്ഞപ്പോഴേ കുഴിയിലെ വെള്ളം കഴിഞ്ഞു. ഇനി ഏറെ നേരം കാത്തിരിക്കണം അടുത്ത കുടം നിറയ്ക്കാൻ. രാത്രിയാകും ഇങ്ങനെ വന്ന് വെള്ളത്തിനൊക്കെ കാത്തു കെട്ടിയിട്ടിരുന്നിട്ട് എടുക്കുക തന്നെ. പിന്നെ വെള്ളം ഇല്ലാണ്ട് പിന്നെ അങ്ങനെ എന്ത് പണി ചെയ്യാൻ പറ്റും? എല്ലാ വേനലിലും ഇതാണ് അവസ്ഥ. ഇതിനിടെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ആ സമയത്തെല്ലാം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും വോട്ട് തേടി ഈ കോളനിയിൽ എത്തിയിട്ടുണ്ട്. അവരോടെല്ലാം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യിക്കാൻ കോളനിയിലെ കിടപ്പ് രോഗികളെ വരെ വണ്ടിയിൽ കയറ്റി പോളിംഗ് ബൂത്തിലെത്തിച്ചവർ കുടിവെള്ള പ്രശ്നം മാത്രം കണ്ടില്ല. ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആരും ഒരു ഇതും ചെയ്തു തരണില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടും ഞങ്ങളുടെ ഇതോടെ ശരി. അവര് ഇലക്ഷൻ കഴിഞ്ഞു വെച്ചാൽ അവന്റെ കാര്യം കഴിഞ്ഞില്ല, മിണ്ടാതെ അവര് പോകും. വാളയാറിന് സമീപമുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ. കൂലിപ്പണിക്ക് പോലും പോവാൻ കഴിയാതെ കുടിവെള്ളം കിട്ടാൻ നെട്ടോട്ടമോടുന്നു. ഉരുകിയൊലിക്കുന്ന വേനലിൽ ദാഹനീര് തേടിയുള്ള ജീവിത സമരത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ കണ്ണുനീർ കാണാറില്ല. ക്യാമറാമാൻ KM പ്രീത്തിനൊപ്പം
പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വയനാട്ടിൽ വീണ്ടും കർഷക ആത്മഹത്യ. തൃശ്ശിലേരി കാട്ടിക്കുളം സ്വദേശി VV കൃഷ്ണകുമാറാണ് ആത്മഹത്യ ചെയ്തത്. കൃഷ്ണകുമാറിന് വിവിധ ബാങ്കുകളിലായി 8 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തൃശ്ശിലേരി സഹകരണ ബാങ്കിൽ 4 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് കൃഷ്ണകുമാറിനുള്ളത്. കൂടാതെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും 4 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. ആനപ്പാറയിൽ 2.5 ഏക്കറോളം സ്ഥലത്തായിരുന്നു കൃഷി. വന്യമൃഗശല്യം മൂലം കൃഷി നശിക്കുന്നത് പതിവായതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. ഇന്ന് രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. കടക്കണി മൂലമാണ് കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ നാരായണൻ. 4 ലക്ഷം രൂപ 5 കൊല്ലം മുന്നേ തരുന്നുണ്ട് ബാങ്കിൽ, സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശേരിയിൽ. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കും തലക്കും ഒരു പലിശ കിടക്കുന്നുണ്ട്. എന്നാലും ബാങ്കുകാർ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല ആ രീതിയിൽ. അതല്ലാണ്ട് ഇയാള് കൃഷിയെടുത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. നെൽകൃഷിയിലൊന്നുമില്ല, കുട്ടികളുടെ നെല്ല് കൊടുത്ത പൈസ വിലയില്ല, പുല്ല് കൊടുത്ത വിലയില്ല. ഇതോടെ പ്രളയത്തിന് ശേഷം വയനാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം 11ആയി. സംസ്ഥാനത്താകട്ടെ 46 കർഷകർ ഇക്കാലയളവിൽ ആത്മഹത്യ ചെയ്തു. മൊറട്ടോറിയം നിലനിൽക്കെ വയനാട്, ഇടുക്കി ജില്ലകളിൽ പല ബാങ്കുകളും ഇപ്പോഴും ജപ്തി നോട്ടീസുകൾ അയക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. മൊറട്ടോറിയം കാലാവധി നീട്ടാൻ ആവശ്യപ്പെട്ടുള്ള ഫയലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാർ ഇന്ന് വിശദീകരണം നൽകും. സർക്കാരിന്റെ ആവശ്യത്തിൽ വ്യക്തതയില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയൽ നേരത്തെ മടക്കിയിരുന്നു. വിശദീകരണം ലഭിച്ചാൽ മൊറട്ടോറിയം നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ അറിയിച്ചിരുന്നു. തൊടുപുഴയിൽ കുട്ടികൾക്ക് രണ്ടാനച്ഛന്റെ പീഡനം. തലച്ചോറിൽ ഗുരുതര പരിക്കേറ്റ 7 വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 വയസ്സുകാരൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കേസെടുക്കാൻ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആവശ്യപ്പെട്ടു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് സംഭവിച്ചത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, തൊടുപുഴ കുമാരമംഗലത്താണ് 2 കുട്ടികൾക്ക് രണ്ടാനച്ഛന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. ഇതിൽ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തലച്ചോറിന് പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയെ ഇപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇളയ കുട്ടിയെ 4 വയസ്സുകാരനും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. രാത്രി തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാരാണ് ഇത്തരത്തിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതകളെ കുറിച്ച് പറയുന്നത്. പിന്നീട് സ്ഥിതിഗതികൾ ഗുരുതരമായതിനാൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇളയ കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് രണ്ടാനച്ഛനിൽ നിന്നും ക്രൂരമായ പീഡനം തങ്ങൾക്ക് 2 പേർക്കും ഏൽക്കേണ്ടി വന്നതായി കുട്ടി മൊഴി നൽകിയത്. ഇതേ തുടർന്ന് രണ്ടാനച്ഛനായ അരുൺ ആനന്ദ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചൈൽഡ് ലൈൻ കുട്ടിയുടെ മൊഴി പ്രകാരം സെക്ഷൻ 75ഉം 307ഉം പ്രകാരം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു. രേണുക, MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. ഓച്ചിറയിൽ നാടോടി പെൺകുട്ടിയുമായി മഹാരാഷ്ട്രയിലേക്ക് പോയ സംഭവത്തിൽ പ്രതി മുഹമ്മദ് റോഷനെതിരെ പോക്സോ പ്രകാരം നടപടി തുടരുമെന്ന് പോലീസ്. തട്ടിക്കൊണ്ടുപോകലല്ല, ഒളിച്ചോട്ടമായിരുന്നു എന്ന് പെൺകുട്ടി പോലീസിനോട് വ്യക്തമാക്കിയെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ പോക്സോ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും ആധാർ കാർഡ് രക്ഷിതാക്കൾ ഒളിപ്പിച്ചുവെന്നും മുഹമ്മദ് റോഷന്റെ രക്ഷിതാക്കൾ ആരോപിച്ചു. കശ്മീരിലെ ഷോപ്പിയാനിൽ 3 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. വൻ ആയുധശേഖരവും പിടിച്ചെടുത്തു. കേന്ദ്ര പോലീസ് സേനയും സൈന്യവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. കൂടുതൽ ഭീകരർ സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ നിലപാട് ശക്തമാക്കി ലോകരാജ്യങ്ങൾ. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന അമേരിക്കയുടെ പുതിയ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് വോട്ടിനിട്ടേക്കും. അമേരിക്ക വിഷയം സങ്കീർണമാക്കുകയാണെന്ന് ചൈന പ്രതികരിച്ചു. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ തെളിവുകൾ പാകിസ്ഥാൻ തള്ളി. ഇന്ത്യ ചൂണ്ടിക്കാണിച്ച 22 പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയെന്നും ഇവിടെ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായി തെളിവുകളില്ലെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. അപേക്ഷ നൽകിയാൽ പ്രദേശം സന്ദർശിക്കാൻ ഇന്ത്യയ്ക്ക് അനുമതി നൽകാം. പുതിയ തെളിവുകൾ നൽകിയാൽ അന്വേഷണവുമായി സഹകരിക്കാമെന്നും പാകിസ്ഥാൻ നൽകിയ മറുപടിയിൽ പറയുന്നു. തെളിവുകൾ നൽകിയാൽ അന്വേഷിക്കാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക തെളിവുകൾ ഇന്ത്യ കൈമാറിയത്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗം ഭാരവാഹി സ്ഥാനം രാജിവെച്ചേക്കും. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയുണ്ടായത്. SNDP യോഗത്തിന്റെ അടുത്ത കൌൺസിലിൽ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. തുഷാറിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്ന് പ്രീതി നടേശൻ വ്യക്തമാക്കി. രാവിലെ കൊല്ലത്ത് SNDP യോഗത്തിന്റെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ്
തുഷാർ വെള്ളാപ്പള്ളി നടേശനെയും പ്രീതി നടേശനെയും കണ്ടത്. യോഗം ഭാരവാഹിയായിരിക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ അനുവദിക്കില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ നിലപാട്. എന്നാൽ ഇന്നലെ ചേർന്ന യോഗം കൗൺസിലിലും ഡയറക്ടർ ബോർഡ് യോഗത്തിലും വെള്ളാപ്പള്ളി തുഷാറിന്റെ രാജി ആവശ്യപ്പെട്ടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ നിശബ്ദ അംഗീകാരത്തോടെയാണ് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് വ്യക്തം. തുഷാർ അച്ചടക്കമുള്ള സംഘടനാബോധമുള്ള ഒരു വൈസ് പ്രസിഡന്റാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു. സംഘടനയുടെ കീഴിൽ സംഘടനയുടെ നിർദ്ദേശം ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന സത്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുക. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും താൻ തൃശ്ശൂരിൽ തന്നെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് തുഷാർ പറഞ്ഞു. വിജയിക്കുമെന്നാണ് വിശ്വാസം. 100% ജയിച്ചിരിക്കും. യാതൊരു സംശയം എനിക്കില്ല. ഞാനല്ലേ സ്ഥാനാർത്ഥി. തുഷാർ തൃശ്ശൂരിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രീതി നടേശനും പറഞ്ഞു. താൻ BDJS അംഗമാണ്. തൃശ്ശൂരിൽ മകനു വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും പ്രീതി നടേശൻ. തുഷാർ ജയിച്ചു വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്, അവന്റെ അമ്മ എന്നുള്ള രീതിയിൽ. രാവിലെ ശിവഗിരിയിലെ സന്ദർശനത്തിന് ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി കൊല്ലത്ത് മാതാപിതാക്കളെ കാണാനെത്തിയത്. ന്യൂസ് 18 കൊല്ലം.